പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടെ ഒരു മധുര പ്രതികാരമാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ജനുവരി 8-ാം തീയതി ഈ കൂത്താട്ടുകുളം നഗരത്തില്, ഈ കൂത്താട്ടുകുളം അതിന്റെ നഗരഹൃദയത്തിൽ വെച്ച് അങ്ങേയറ്റം ഒരു സ്ത്രീയെ അപമാനിച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി ഒരു അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തിയ ഒരു പാർട്ടിയും ഒരു സർക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു സാധാരണക്കാരിയായ സ്ത്രീ, ഒരു കൌൺസിലറെ നഗരമധ്യത്തിൽ എല്ലാവരും കാണുക വസ്ത്രാക്ഷേപം ചെയ്ത് ഈ വാഹനത്തിൽ അവർ ബലമായി തട്ടിക്കൊണ്ടുപോകുന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ജനാധിപത്യപരമായി ഇതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവിശ്വാസത്തിലൂടെ ആ ഭരണസമിതി ഞങ്ങൾ താഴെ ഇറക്കി. ഇന്ന് നടന്ന ചർച്ചയിൽ, അല്ലെങ്കിൽ ഇന്ന് വോട്ടെടുപ്പിൽ അതേ കലാരാജുവിനെ, കേരളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ചർച്ച ചെയ്ത അതേ കലാരാജുവിനെ ഈ കൂത്താട്ടുകുളത്തിന്റെ മണ്ണിൽ തന്നെ ഇവിടത്തെ പ്രഥമ പൌരയാക്കി നിങ്ങൾ അപമാനിച്ച, നിങ്ങൾ വസ്ത്രാക്ഷേപം ചെയ്ത, നിങ്ങൾ ഈ തെരുവിലിട്ട് വലിച്ചിഴച്ച അതേ കലാരാജുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയ അതേ വാഹനത്തിൽ ഈ നഗരത്തിന്റെ പ്രഥമ പൌരയാക്കി ഞങ്ങൾ യാത്ര അയക്കുകയാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ വിജയം. ഇതാണ് കോൺഗ്രസിന്റെ UDFന്റെ ശൈലി. ഇതാണ് ഞങ്ങളുടെ സമരം. ഞങ്ങളുടെ പ്രിയങ്കരനായ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, അതുപോലെ വിൽസൺ പ്രിൻസ്, റെജി, MLA അനൂപ് ജേക്കബ് അടക്കം ഞങ്ങളെല്ലാവരും ഒരു മനസ്സായി നിന്ന്, ഒരു ഹൃദയമായി നിന്ന് ഈ സഹോദരിക്ക് വേണ്ടി പോരാടിയത് ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മധുര പ്രതികാരം. ഏറെ അഭിമാനത്തോടുകൂടി കലാരാജുവിനെ ഈ വണ്ടിയിലേക്ക് ഞങ്ങൾ ആനയിക്കും.